സോ നമ്മൾ ഇത് നന്നായിട്ട് എഴുതാൻ പഠിക്കണം. ഏരിയ എന്ന് പറയുമ്പം ഡയമെൻഷൻ എൽ ഇൻറ്റു എൽ എത്ര വരും? എൽ സ്ക്വയർ. വോളിയം എന്ന് പറയുമ്പം നീളം ഗുണം വീതി ഗുണം ഉയരം എൽ ഇൻറ്റു എൽ ദാറ്റ്സ് ഈസ് ഈക്വൽ ടു എൽ ക്യൂബ്. ഡെൻസിറ്റി that is equal to mass by volume that is equal to m by വോളിയത്തിന്റെ ചെയ്തു വെച്ചിരിക്കുന്നതിന് നേരെ എടുത്തെഴുതാം എൽ ക്യൂബ്. അത് മോളിൽ പോകുമ്പം എം എൽ റൈസ് ടു -3. വെലോസിറ്റി is equal to distance by time L by t that is equal to L t raised to -1. സ്പീഡ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആണേലും ഡിസ്റ്റൻസ് ആണേലും ദൂരമല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം എൽ ബൈ ടി തന്നെ എൽ ടി റേസ് ടു -1. അപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ രണ്ടുപേരുടെ ഒന്ന് തന്നെയാണ് കേട്ടോ. ദ ഡയമെൻഷൻ ഈസ് സെയിം ഫോർ വെലോസിറ്റി ആൻഡ് സ്പീഡ്. ദെൻ ആക്സലറേഷൻ എന്ന് പറയുമ്പം വെലോസിറ്റി ബൈ ടൈം എൽ ടി റേസ് ടു -1 ഡിവൈഡഡ് ബൈ ടി ദാറ്റ്സ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -2. ഇവിടം വരെയാണ് പഠിച്ചു നിൽക്കുന്നത്. ടുഡേ ഒന്ന് രണ്ടെണ്ണം എഴുതാം. എഫിന്റെ ഇക്വേഷൻ എന്നാ? ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? എം ഇൻറ്റു എൽ ടി റേസ് ടു -2. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2. ഒന്നത് മനസ്സിലായി അലക്സേ? മനസ്സിലായി. എന്നാ പ്രഷറിന്റെ അറിയാവോ? പ്രഷറിന്റെ ഇക്വേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഒന്ന് ചെയ്തേ. ഫോഴ്സ് ബൈ ഏരിയ കണ്ടുപിടിച്ച എല്ലാവരും. ഫോഴ്സ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ ഫോഴ്സിന്റെ എം എൽ ടി റേസ് ടു -2 ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ ഏതാ? നീളം ഗുണം വീതി എൽ ഇൻറ്റു എൽ സ്ക്വയർ. അപ്പം എൽ സ്ക്വയർ താഴെ കിടക്കുന്ന മോളിൽ പോകുമ്പോൾ എങ്ങനെയാകും? നെഗറ്റീവ് ആവും. എം എൽ ടി റേസ് ടു -2 ഇൻറ്റു എൽ റേസ് ടു -2 അല്ലേ? എൽ റേസ് ടു ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയുണ്ട്? എൽ റേസ് ടു 1 ഇൻറ്റു എൽ റേസ് ടു -2. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞത് എൽ റേസ് ടു 1 -2 കൂട്ടിയാൽ മതി. അപ്പൊ ഏതേ ഉള്ളൂ? എൽ റേസ് ടു -1. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ റേസ് ടു -1 ടി റേസ് ടു 2. സോറി, ടി റേസ് ടു -2 ഇവിടെ മൈനസ് ആയിരുന്നു. എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 കിട്ടിയായിരുന്നോ? ഇത് ചെയ്തപ്പോഴല്ലേ തെറ്റിപ്പോയെ? ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചെയ്തപ്പം ഇപ്പൊ ചെയ്യാൻ മനസ്സിലായി ഇതെങ്ങനെയാ ചെയ്യണേന്ന്? ഇത് അതിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ സമം എ റേസ് ടു എം പ്ലസ് എൻ. ഇനി എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എം മൈനസ് എൻ. എ റേസ് ടു എം ഓൾ റേസ് ടു പവർ എൻ ആണെങ്കിൽ എ റേസ് ടു എമ്മിനെ എൻ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് മൂന്നും അറിയണം കേട്ടോ, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം പ്ലസ് എൻ, എ റേസ് ടു എം ബൈ എ റേസ് ടു എം മൈനസ് എൻ, എ റേസ് ടു എം ഓൾ റേസ് ടു എൻ സമം എ റേസ് ടു എം ഇൻറ്റു എൻ. എന്നാ ഓർമ്മയോടെ തരാം. പ്രഷർ കഴിഞ്ഞ് വർക്ക് ചെയ്യും. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ചെയ്തേ, വർക്കിന്റെ കണ്ടുപിടിച്ച് പറഞ്ഞേ. അലക്സ കിട്ടാത്ത അലക്സ് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിക്കുന്ന കാര്യത്തിൽ ഫോഴ്സിന്റെ ഇവിടെ നോക്കി എഴുത്. എം എൽ ടി റേസ് ടു -2 ശരിയല്ലേ? ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന് ഒരു എല്ലും കൂടെയും വരും. എൽ ഇൻറ്റു എൽ എത്രയാ അലക്സേ? എം പറ. ലക്ഷ്ന് കേൾക്കാവോ? ഹലോ. എം എൽ സ്ക്വയർ ടി റേസ് ടു -2. അതിനകത്തിന് വിഷമിരിക്കണ ചെയ്യാൻ ഓർമ്മയോടെ തരാം. ചെയ്തെത്തുന്നില്ല. പവറിന്റെ ഇക്വേഷൻ എന്നാ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ചെയ്ത് പവർ ചെയ്ത് ഇങ്ങോട്ട് ചെയ്ത് കാണിക്കണോ പവറിന്റെ?
പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്കിന്റെ ml സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ടി. മോളിൽ പോകുമ്പം ml സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു മൈനസ് 1. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ സമയം എ റൈസ് ടു എം പ്ലസ് എൻ. ml സ്ക്വയർ -2 -1 കൂടിയ ടി റൈസ് ടു മൈനസ് 3. കിട്ടിയോ അലക്സേ? അഞ്ചു കിട്ടിയോ? അഞ്ചു ഇപ്പൊ എല്ലാം ആയല്ലേ? ഏരിയ, വോളിയം, ഡെൻസിറ്റി, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ഫോഴ്സ്, പ്രഷർ, വർക്ക്, പവർ. ഇനി എനർജി ചെയ്യാം. നമുക്ക് ആദ്യം കൈനറ്റിക് എനർജി ചെയ്യാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്നാ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ. ഹാഫ് ഒരു നമ്പറാണ്, നമ്പറിന് ഡയമെൻഷൻ ഇല്ല. അപ്പൊ മാസിന്റെ ഡയമെൻഷൻ എം തന്നെയാണ്. വെലോസിറ്റിയുടെ എൽ ബൈ ടി. വെലോസിറ്റി ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം നേരത്തെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. എല്ലാവരും ചെയ്യണം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഒരു നമ്പറാണ്, ഡയമെൻഷൻ വേണ്ട. മാസിന്റെ ഏതാണ്? എം. വെലോസിറ്റിയുടെ ഏതാണ്? എൽ ബൈ ടി, ഡിസ്റ്റൻസ് ബൈ ടൈം. ശരിയല്ലേ? അതിന്റെ സ്ക്വയർ. അപ്പൊ എങ്ങനെയാവും? എം എൽ സ്ക്വയർ ബൈ ടി സ്ക്വയർ. ടി സ്ക്വയർ മോളിൽ പോവും. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഇറ്റ്സ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. കണ്ടോ കിട്ടിയത്? കണ്ടോ? ഇതൊക്കെ ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക്. ഞാൻ പിന്നെ ഇച്ചിരി പൊട്ടൻഷ്യൽ എനർജി ചെയ്തേ. പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ അലക്സേ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഹൈറ്റ് എച്ച് ഉണ്ടെങ്കിൽ ഓർക്കുന്നില്ലേ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ഇൻറ്റു എച്ച്. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? അപ്പൊ മാസിന്റെ എടുക്കണം, ആക്സിലറേഷൻ. അപ്പൊ മാസ് എം ഇൻറ്റു ആക്സിലറേഷന്റെ നിങ്ങൾ കൊടുക്കണം, തന്നെ കൊടുക്കണം ചെയ്യാൻ വേണ്ടി, ഇൻറ്റു ഹൈറ്റിന്റെ ഏതെടുക്കും? ഹൈറ്റിന്റെ എന്നാ നന്ദന? ഹൈറ്റ് മെഷർ ചെയ്യുന്ന ഏതിലാ? എമ്മിലാണോ ഹൈറ്റ് മെഷർ ചെയ്യുന്നത്? ലെങ്ത് എം, ആക്സിലറേഷൻ എൽ. ആക്സിലറേഷൻ എത്ര എഴുതിയേക്കുന്നത്? എം ഇൻറ്റു എൽ ടി റൈസ് ടു മൈനസ് 2 അല്ലേ? ആക്സിലറേഷനെ നോക്കിക്കേ, ഇൻറ്റു എൽ. അപ്പൊ എം ഇൻറ്റു എൽ ഇൻറ്റു ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു എൽ. 2 എൽ ഉണ്ട്. അപ്പൊ എൽ ഇൻറ്റു എൽ എത്രയാ? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. കാരണം എന്താ വെച്ചാല് നോക്കിയേ, എനർജിയുടെ രണ്ടിന്റെയും സെയിം ഡയമെൻഷനാണ്. വർക്കിന്റെ ഇത് തന്നെയായിരുന്നു. ഒന്ന് മറിച്ച് നോക്കാം. വർക്കിന്റെ ഇത് തന്നെയാണ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. അപ്പൊ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണിത്. Prove that work is equivalent to energy. Prove that work is equivalent to energy. അപ്പൊ നമ്മൾ രണ്ടിന്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് എഴുതി വെക്കണം. ബോത്ത് എനർജി ആൻഡ് വർക്ക് ഹാസ് സെയിം ഡയമെൻഷൻ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ പറ. ഫോഴ്സ് ഇൻറ്റു മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി. ലാർജ് എമൗണ്ട് ഓഫ് മാസ് ആക്ടിങ് ഇൻ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞു. മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്തേ. എം എൽ ടി റൈസ് ടു 1. രണ്ടുപേർക്ക് കിട്ടിയില്ലേ? അഞ്ജുവിന് കിട്ടിയോ? കിട്ടി. എന്നാലേ
ഇനി ഇതിനകത്ത് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ദിസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡയമെൻഷന് പല പല യൂസസ്. അതിന്റെ ഒന്നാമത്തെയാണ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഇക്വേഷൻ എന്ന് പറയും. എന്നാണ്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓഫ് ആൻ ഇക്വേഷൻ. രണ്ടാമത്, ഇതറിയാമെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാം. ടു കൺവേർട്ട് ഫ്രം വൺ യൂണിറ്റ് സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, FPS സിസ്റ്റം, MKS സിസ്റ്റം, CGS സിസ്റ്റം എന്നൊക്കെ. വൺ യൂണിറ്റ് സിസ്റ്റം ടു another. Third, it used to relate a physical quantity with another. റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ വർക്കും എനർജി ഒന്നാണ്. സോ ഇറ്റ് യൂസ്ഡ് ടു റിലേറ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി with another. Fourth point, to find unknown from any equation. ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് അതിനകത്ത് ഒരു വാല്യൂ മാത്രം അൺനോൺ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ ചെയ്യിപ്പിക്കാൻ പോവാ, കാരണം അതൊന്നും പേടിക്കണ്ട. ടു ഫൈൻഡ് certain unknown quantities in a or in an equation. Actually, these are the use of dimension analysis. Dimension analysis നമ്മൾ ഉപയോഗിക്കുന്ന യൂസസ് അല്ലെ പർപ്പസ്. ഡയമെൻഷൻ അനാലിസിസിന്റെ പർപ്പസ് ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഒരു ഇക്വേഷനെ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ വർക്ക് ഈസ് ഇക്വലന്റ് ടു എനർജി. അതുപോലെ ടു ഫൈൻഡ് അൺനോൺ. നമുക്ക് ഇക്വേഷനകത്ത് ഒരു ഇക്വേഷനകത്ത് അപ്പുറം ഇപ്പുറം വശം തന്നിട്ട് ഒരെണ്ണം അൺനോൺ ആണെങ്കിൽ അത് ഇക്വേറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് ആ ഒരു അൺനോണിനെ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ചെയ്യാൻ പോവാ. ഈ ചാപ്റ്റർ മുഴുവൻ ഇങ്ങനത്തെ അനലൈസും കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. E ഈക്വൽ ടു MC². അങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്വേഷൻ ഉള്ളതാണ്. E ഈക്വൽ ടു MC². അപ്പൊ എനർജിയുടെ ഡയമെൻഷൻ എന്നാ അത് പറഞ്ഞേ. എനർജിയുടെ ഡയമെൻഷൻ എന്നാ അലക്സേ മുമ്പേ കണ്ടുപിടിച്ച എനർജിയുടെ L²(-2). അപ്പൊ ഈ ഡയമെൻഷൻ തന്നെയാണ് ഈ വശത്ത് വരുന്നതെന്ന് നോക്കണം. ആണെങ്കിൽ നമുക്ക് ഇത് ശരിയാന്ന് പറയാം. എമ്മിന്റെ എത്രയാണ്? എമ്മിന്റെ ഡയമെൻഷൻ M തന്നെ. C² എന്ന് പറഞ്ഞാൽ എന്നാ? ലൈറ്റിന്റെ വെലോസിറ്റി അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അതിന്റെ സ്ക്വയർ. അല്ലെങ്കിൽ മുമ്പേ ഇതുപോലെ T മോളിൽ കൊണ്ടുപോയാണെങ്കിലും ചെയ്യാം. L(T⁻⁻1)ന്റെ സ്ക്വയർ. അപ്പൊ എത്രയാവും? L²T⁻⁻2. അപ്പൊ MC² മൊത്തം ആകുമ്പോ എത്രയാവും? M × L²T⁻². അത് എന്ത് തന്നെയാണ്? ML²T⁻². അല്ലേ? ഇവിടെ അത് തന്നെയല്ലേ എനർജിയുടെയും? So that is equal to ML²T⁻². So this equation is valid. മനസ്സിലായോ? That means therefore the dimension in LHS equal to the dimension in RHS. Clear? മനസ്സിലായോ? നന്ദന മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, അങ്ങനെ മാത്തമാറ്റിക്കലി ചെയ്യാനുള്ള കാര്യങ്ങളാണ്. നല്ല ശ്രദ്ധ വേണം. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. പ്രൂവ് ചെയ്യുക. പൊട്ടൻഷ്യൽ എനർജിയുടെ എനർജിയുടെ ഇങ്ങ് കൊടുത്താൽ മതി.
ഇനി എമ്മും ജിയും എച്ചും കണ്ടുപിടിച്ചിട്ട് അതും ഇതും സെയിം ആണോ എന്ന് ഡയമെൻഷനലി ശരിയാണെന്ന് നോക്കുക. You check the correctness of the equation. Question number 2. Check the correctness of the equation. CORRECT of the equation. ഇവിടുത്തെ എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എനർജിയുടെ നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജിയുടെ എപ്പോഴും ml² T⁻⁻² ആണ്. അത് തന്നെയാണോ ഇവിടെ ചെയ്യുമ്പോൾ എല്ലാം കിട്ടുന്നതെന്ന് നോക്കുക. ചെയ്തേ, തന്നെ ചെയ്തേ. ചെയ്തു. കറക്റ്റ് അല്ലേ ആൻസർ? 5 കൂടെ ചെയ്തോട്ടെ. ഇപ്പൊ നിങ്ങളെ ട്രാക്ക് വീണില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? രണ്ടെണ്ണം ചുമ്മാ ചെയ്ത് നോക്കിയേ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. പെട്ടെന്ന് കിട്ടുന്നില്ലേ നോക്കി. പിന്നെ അറിയാതാണ് വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. രണ്ടും ചെയ്ത് നോക്കിയാൽ കിട്ടുന്നുണ്ടോന്ന്, പെട്ടെന്ന് കിട്ടുന്നുണ്ടോന്ന്. ഒറ്റ പ്രാവശ്യം ഐഡിയ കിട്ടിയാൽ മതി. ന്യൂ ക്വസ്റ്റ്യൻ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. നേരത്തെ പഠിച്ചിട്ടുള്ളല്ലേ ഇക്വേഷൻ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി പഠിച്ചിട്ടുള്ളതല്ലേ? ഇക്വേഷൻ ഓഫ് മോഷനകത്ത് 3 എണ്ണം ഉണ്ട്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, എസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതായത് ഒരു വസ്തു മൂവ് ചെയ്യുമ്പോഴുള്ള ഇനിഷ്യൽ വെലോസിറ്റി ആണ് യു, ഫൈനൽ വെലോസിറ്റി ആണ് വി, എ ആക്സലറേഷൻ ആണ്, ടി ടൈം ആണ്, എസ് അത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ വി ഈക്വൽ ടു യു പ്ലസ് എ ടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വെലോസിറ്റിയുടെ ഡയമെൻഷൻ, യുവിൻ്റെ ഡയമെൻഷൻ, ആക്സലറേഷൻ്റെ ഡയമെൻഷൻ ടി കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 3ഉം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നാൽ ഈ ഇക്വേഷൻ വാലിഡ്. മുമ്പേ ഉള്ള ഇക്വേഷൻ ഒറ്റ ടേമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 ടേം ഉണ്ട്. ഇത് രണ്ടും വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ തന്നെ യുവിനും കിട്ടും, രണ്ടും വെലോസിറ്റി. അതിന് ആക്സലറേഷൻ ടി കുടിക്കുമ്പോൾ അത് തന്നെ കിട്ടും. 3ന്റെയും കണ്ടുപിടിച്ച് 3ഉം സെയിം ആണെന്ന് പ്രൂവ് ചെയ്യും. ഡൗട്ടും ഇല്ല, ഇതൊക്കെ വളരെ സിമ്പിളാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ബൈ ടി ഓർ എൽ ടി റേസ് ടു -1. ഇനിഷ്യൽ വെലോസിറ്റിയുടെ ആണെങ്കിലും സെയിം ഇക്വേഷൻ അല്ലേ? ഇനിഷ്യൽ ഡിസ്റ്റൻസ് ബൈ ടൈം എൽ ബൈ ടി. അഗൈൻ അത് എത്രയാകും? എൽ ടി റേസ് ടു -1. ഇതിന്റെ രണ്ടിനെയും കഴിഞ്ഞില്ലേ? ഇനി ആക്സലറേഷൻ ഇൻറ്റു ടി. ആക്സലറേഷൻ്റെ എന്നാ വേണേ ആക്സലറേഷൻ നേരത്തെ അവിടെ നോക്കി എഴുതാം, വേണ്ട ഇവിടെ തന്നെ ചെയ്യാം. വെലോസിറ്റി ബൈ ടൈം ഇൻറ്റു ടൈം. വെലോസിറ്റി ബൈ ടൈം, വെലോസിറ്റി ഇവിടെ ഓർമ്മ എഴുതി വെച്ചിട്ടുണ്ട്. എൽ ടി റേസ് ടു -1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി. ഞാൻ അറിയാതെ സ്മോൾ ടി ടു കേട്ടോ. അപ്പം എൽ ടി റേസ് ടു -1 ഇൻറ്റു ഇ ടി, താഴെ നിന്ന് മുകളിലേക്ക് ഒരു ടി പോകുമ്പം ടി റേസ് ടു -1. ഇത് രണ്ടും കൂടെയും കൂട്ടി കഴിയുമ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, ടി റേസ് ടു 1 പ്ലസ് -1, ടി റേസ് ടു 0. ഏതേ റേസ് ടു 0 1 ആണ്. അപ്പൊ ഇത് ഇത്രയും 1 ആയി പോകും. അഗെയിൻ അത് എൽ ടി റേസ് ടു -1. അപ്പൊ എല്ലാത്തിൻ്റെ അത് തന്നെ ആയില്ലേ? എൽ ടി റേസ് ടു -1, എൽ ടി റേസ് ടു -1, എൽ ടി റേസ് ടു -1. സോ
ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ് ഓർ കറക്റ്റ്. സാറേ അല്ലാതെ എങ്ങനെ LT raised to -2 into T അങ്ങനെ വെച്ച് ചെയ്യത്തില്ലേ? ഒരു കുഴപ്പമില്ല. ദാറ്റ്സ് യുവർ ചോയ്സ്. LT raised to -2 into T ദാറ്റ്സ് ഈസ് ഈക്വൽ ടു -2 + 1 വരും, -1 വരും. LT raised to -1. ഓക്കെ. ഇനി സംശയം ഉണ്ടോ? ഇല്ല. മനസ്സിലായി. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ അതിന്റെ ആ ലോജിക്ക് കിട്ടിയാൽ മുഴുവൻ ശരിയാക്കാം. എഴുതിയിട്ട് ശ്രദ്ധിച്ച് ഓരോന്നും കൊടുത്തിട്ട് സ്ക്വയർ ഒക്കെ ചെയ്യണം. അപ്പൊ V² ഈസ് ഈക്വൽ ടു U² + 2AS S ഈക്വൽ ടു UT + ½ AT². ഇതിന്റെ രണ്ടിന്റെയും ഡയമെൻഷൻ ഓരോ ടേമിന്റെയും, ഇതിന്റെയും ഇത് മൊത്തത്തിന്റെയും, ഇതിന്റെയും 2ന് ഡയമെൻഷൻ വേണ്ട, 1/2നും വേണ്ട. ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ഓരോ ടേമിന്റെയും തുല്യമാണെന്ന് രണ്ട് ഇക്വേഷന്റെയും പ്രൂവ് ചെയ്യുക കേട്ടോ. ദാറ്റ്സ് ഹോംവർക്ക് ഫോർ യു. നന്ദന കേട്ടോ?